ഹായ് ഓൾ. നമ്മളെല്ലാവരും പല മൂഡ്സ് ഉള്ളവരാണ്. പല സമയത്തും നമ്മുടെ മൂഡ്സ് ചിലപ്പോൾ നല്ല ഹൈ മൂഡ്സിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ലോ മൂഡ്സിലായിരിക്കും അല്ലെ. നമ്മൾ നല്ല മൂഡ്സും ഉണ്ടാവും, ചീത്ത മൂഡ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് മൂഡ്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് റെഡി ആയിരിക്കും. അപ്പൊ മൂഡ്സുമായിട്ട് ബന്ധപ്പെട്ട കൊലക്കേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ മൂഡ്സ് എന്ന് പറയുന്നതിന് പകരമായിട്ട് പല സമയങ്ങളിൽ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ എക്സ്പ്രഷൻസ് ആണ്. ടു ഫീൽ വെരി ഹാപ്പി, എന്തൂസിയാസ്റ്റിക് ഓർ എനർജറ്റിക് അല്ലെ. നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഉത്സാഹവും എനർജിയൊക്കെ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻ ആണ് ടു ബി ഇൻ ഹൈ സ്പിരിറ്റ്സ്. ടു ബി ഇൻ ഹൈ സ്പിരിറ്റ്സ്. അപ്പോൾ ടു ബി ഇൻ ഹൈ സ്പിരിറ്റ്സ് എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. The team was in high spirit after winning the cup. The team was in high spirit after winning the cup. അപ്പോൾ ഒരു മാച്ചിൽ കപ്പ് കിട്ടിയതിന് ശേഷം ടീം ഭയങ്കര സന്തോഷത്തിൽ, എനർജി, enthusiastic, ഹാപ്പി ആയിട്ട് കാണപ്പെട്ടു എന്നാണ് ഇതിനർത്ഥം. She was in high spirit as she prepared for the vacation. She was in high spirit as she prepared for the vacation. അപ്പോൾ അവധിക്കാലത്തിന് വേണ്ടി ഒരുങ്ങുന്നതായിരുന്നുകൊണ്ട് അവൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. The children were in high spirits as they got the holiday. The children were in high spirits as they got the holiday. അവർക്ക് അവധി കിട്ടിയപ്പോഴേക്കും കുട്ടികൾ വളരെയധികം സന്തോഷിച്ചു. രണ്ടാമത്തെ എക്സ്പ്രഷൻ ആണ് റേഡിയേറ്റ് ഹാപ്പിനെസ്. റേഡിയേറ്റ് ഹാപ്പിനെസ് അതായത് സന്തോഷം പ്രസരിപ്പിക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ വ്യാപിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. സൂര്യൻ ഉദിച്ചു വരുമ്പോഴേക്കും സൂര്യന്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തുന്നത് പോലെ ഇതാണ് റേഡിയേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ സെന്റൻസുകളിലുള്ള ഉപയോഗം നോക്കാം. We have to radiate happiness wherever we go. We have to radiate happiness wherever we go. നമ്മൾ എവിടെ പോയാലും അവിടേക്ക് സന്തോഷം പ്രസരിപ്പിക്കുക. Mary radiates happiness whenever she talks about her children. Mary radiates happiness when she talks about her children. അവളുടെ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴേക്കും മേരി വളരെയധികം ഹാപ്പിയാണ്. His kind words radiated happiness to those around him. His kind words radiated happiness to those around him. His kind words radiated happiness to those around him. അവന്റെ കാരുണ്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവന്റെ ചുറ്റും കൂടിയിരുന്നവർ സന്തുഷ്ടരായി എന്നാണ് ഇതിനർത്ഥം. ടു ബി ഇൻ ഹൈ സ്പിരിറ്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ടു ബി ഇൻ ലോ സ്പിരിറ്റ്സ്. ടു ബി ഇൻ ലോ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖവും നിരാശയൊക്കെ തോന്നുന്ന ഒരവസ്ഥ, അതാണ് ടു ബി ഇൻ ലോ സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. സീത ഹാസ് ബീൻ ഇൻ ലോ സ്പിരിറ്റ്സ് സിൻസ് ഹെർ ഹസ്ബൻഡ് ഡൈഡ്. സീത ഹാസ് ബീൻ ഇൻ ലോ സ്പിരിറ്റ്സ് സിൻസ് ഹെർ ഹസ്ബൻഡ് ഡൈഡ്. അതായത് സീതയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം സീതയ്ക്ക് ഭയങ്കര ദുഃഖവും നിരാശയും ഒക്കെയാണ്. I was in low spirits after my failure. I was in low spirits after my failure. അതായത് എന്റെ പരാജയത്തിന് ശേഷം ഞാൻ ദുഃഖത്തിലും നിരാശയിലുമാണ്. She has been in low spirits ever since she lost her job. She has been in low spirits ever since she lost her job. അതായത് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം അവൾ സങ്കടത്തിലും നിരാശയിലുമാണ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഫീൽ ഡൗൺ. ഫീൽ ഡൗൺ ഭയങ്കര ഡീപ്പായിട്ട് ഒരു സങ്കടം അല്ലെങ്കിൽ നിരാശയൊക്കെ തോന്നുന്നതിനാണ് ഫീൽ ഡൗൺ എന്ന് പറയുന്നത്. വളരെ താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക്, നിരാശയിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു ഘട്ടമാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ ടു ഫീൽ ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ട് വളരെയധികം താഴ്ന്നൊരവസ്ഥ. അപ്പൊ നമുക്ക് സെന്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. I sometimes feel down for no reason at all. I sometimes feel down for no reason at all. ഒരു കാരണവും ഇല്ലാതെ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നിരാശയും സങ്കടവും ഒക്കെ തോന്നും. I feel down today as it is raining and I cannot go out. I feel down today as it is raining and I cannot go out. ഇന്ന് മഴ പെയ്ത് എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടവും നിരാശയും ഒക്കെയാണ്. Reena feels down whenever the weather is gloomy. Reena feels down whenever the weather is gloomy. കാലാവസ്ഥ ഭയങ്കര ഗ്ലൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇതില്ലാതെ, ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയെന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ട് റീനയ്ക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് തോന്നുന്നു എന്ന് പറയും.
അടുത്തൊരു എക്സ്പ്രഷൻ ആണ് മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ കീൽ. മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ കീൽ, അതായത് ബുദ്ധിമുട്ടുകളിൽ സങ്കടങ്ങളിലൊക്കെ ഒരു ഇച്ചിരി സമാധാനത്തോടു കൂടി വലിയ പ്രശ്നമില്ലാതെ കുലുങ്ങാതെ നിൽക്കുന്ന ആ രീതിയെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ കീൽ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഡിസ്പൈറ്റ് ദ പ്രോബ്ലംസ് അറൌണ്ട് ഹിം, റഹീം മെയിൻറ്റെയിൻഡ് ആൻഡ് ഈവൻ കീൽ. Despite his problems around him, റഹീം മെയിൻറ്റെയിൻഡ് ആൻഡ് ഈവൻ കീൽ എന്ന് വെച്ചാല് റഹീമിന് ചുറ്റും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും റഹീം മനസാന്നിധ്യം കൈവിടാതെ ശാന്തമായി തന്നെ നിന്നു എന്നാണ് ഇതിനർത്ഥം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ കീൽ ഈവൻ ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഈവൻ കീൽ ഈവൻ ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് ഉള്ള സമയങ്ങളിൽ പോലും നമ്മൾ നമ്മുടെ ആ മനസാന്നിധ്യം കൈവിടാതെ ശാന്തതയോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണ്. He was able to maintain an even keel and solve the problem. He was able to maintain an even keel and solve the problem. അവൻ എങ്ങനെ ഒരു മനസാന്നിധ്യത്തോടു കൂടി ഇരുന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നു. അവൻ പ്രാപ്തനായിരുന്നു എന്നാണ് ഇതിനർത്ഥം. അവസാനത്തെ എക്സ്പ്രഷനാണ് ഫീൽ കമ്പോസ്ഡ്. ഫീൽ കമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസാന്നിധ്യവും അതോടൊപ്പം തന്നെ സമാധാനവും ഇനി സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവും കൂടി വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഫീൽ കമ്പോസ്ഡ്. റാം ഫെൽറ്റ് കമ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ, ആൻസറിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ് കോൺഫിഡന്റ്ലി. റാം ഫെൽറ്റ് കമ്പോസ്ഡ് ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ, ആൻസറിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ് കോൺഫിഡന്റ്ലി. രാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് രാമിനുണ്ടായ ഫീലിംഗ് എന്നാണ് ഫീൽ കോമ്പോസ്റ്റ്. എല്ലാം ഇങ്ങനെ നല്ല മനോഭാവത്തോടു കൂടി ശാന്തമായിട്ട് ഇങ്ങനെ അധികം ടെൻഷൻ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നത് കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും നല്ല കോൺഫിഡൻസോടുകൂടി ഉത്തരം പറയാനായിട്ട് രാമിന് സാധിച്ചു എന്നാണ് ഇതിനർത്ഥം. ഷീ ഫെൽറ്റ് കോമ്പോസ്റ്റ് ഡെസ്പൈറ്റ് ദ പ്രോബ്ലംസ് അറൌണ്ട്. ഷീ ഫെൽറ്റ് കോമ്പോസ്റ്റ് ഡെസ്പൈറ്റ് ദ പ്രോബ്ലംസ് അറൌണ്ട്. ചുറ്റും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവള് എങ്ങനെയായിരുന്നു? കോമ്പോസ്റ്റ് ആയിരുന്നു. അതായത് ആ ഒരു ശാന്തതയും സമാധാനവും ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം അവൾക്ക് ഒരു പ്രശ്നവും ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവളുടെ ചുറ്റുപാടുള്ള ഒന്നും അവളെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് ഭയങ്കര കാമായിട്ട് സെൽഫ് കൺട്രോൾഡ് ആയിട്ട് അവള് ആയിരുന്നു എന്നാണ് ഈ സെന്റൻസിലൂടെ ഉദ്ദേശിച്ചത്. കൊളോക്കേഷൻസ് റിലേറ്റഡ് ടു മൂഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കൊളോക്കേഷൻസ് റിലേറ്റഡ് ടു മൂഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സംഭാഷണങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.